തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തായിട്ട് ഒരു 3 സെന്റ് കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണെന്ന് വിൽപ്പനയ്ക്കുള്ളത്. അതിലൊരു പഴയ കെട്ടിടമുണ്ട്. കെട്ടിടം നമ്മൾ കണക്കാക്കണ്ട. അതിൽ നിങ്ങൾക്ക് ഒരു ലോഡ്ജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടി. ഇതേ കാണുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ സൗത്ത് ബ്ലോക്കാണ്. അവിടെ നിന്ന് വലതുവശത്തായിട്ട് YMCA, അതിൻ്റെ അടുത്തൂടെ കാണുന്ന റോഡ്. അതിങ്ങനെ വരുമ്പോഴത്തേക്കും ഗാന്ധാരി അമ്മൻ റോഡിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കയറുമ്പം തന്നെ വലതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണും. ഇതേ നമ്മുടെ ഗാന്ധാരി അമ്മൻ റോഡ് ജസ്റ്റ് ഇങ്ങനെ കയറുമ്പം തന്നെ ഒരു ഹോമിയോ മെഡിസിൻസിൻ്റെ ഒരു ഷോപ്പുണ്ട്. അത് കഴിഞ്ഞ ഉടൻ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി. ഇതുകൊണ്ട് അതിൻ്റെ സൈഡിലൊരു ഗേറ്റ് കണ്ടോ, അതുവരേക്കുമാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഒരു പഴയ കെട്ടിടമാണുള്ളത് കേട്ടോ. ഇതുപോലൊരു കടമുറിയും പിന്നെ അല്ലാണ്ട് അകത്തേക്ക് നമുക്കിപ്പോൾ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള കെട്ടിടമുണ്ട്. ഇവിടെ നിന്ന് സ്റ്റെയർ ഇട്ട് മേളിൽ കയറാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ താഴത്തെ സ്പേസും നമുക്ക് അത്യാവശ്യം ഇങ്ങനെ യൂസ് ചെയ്യാവുന്ന ഇതാ ഒരു ഷട്ടറുള്ള സ്പേസാണ്. പിന്നെ ഇവിടെ ഒരു സ്പേസ് കിട്ടും. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും സ്ഥലം കിട്ടും. ഇത് നമ്മുടെ സൈഡിലുള്ള ആ ഒരു ഗേറ്റ് ഇട്ടില്ലേ, അത് അവിടെ നിന്ന് കയറി വരുന്ന ഒരു നടവഴിയുണ്ട്. അതും നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഉപയോഗപ്പെടുത്താം. ഇങ്ങനെ വന്നിട്ട് ബാക്കി ഒരു എൽ ഷേപ്പിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പേ. ഈ രീതിയിലാണുള്ളത്. ഇതിനകത്ത് ഒരു ലോഡ്ജിന് വേണ്ടി ഓൾറെഡി ഒരു ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആളുമായിട്ട് കണക്ട് ചെയ്ത് തരും. അപ്പോൾ അതിനവർ നിങ്ങൾക്ക് പെർമിറ്റ് എടുത്ത് അതിൻ്റെ ബാക്കി വർക്ക് കണ്ടിന്യൂ ചെയ്യാം. അതാണെന്നുണ്ടെങ്കിൽ 4 നിലയായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂം, അതുപോലെ ടോട്ടലായിട്ട് 12 ബെഡ്റൂം, അതായത് 4 നിലകളിലായിട്ട് 12 ബെഡ്റൂം, 2 സൈഡിൽ നിന്ന് സ്റ്റേഴ്സ്, ലിഫ്റ്റ് സൗകര്യം, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതിനിപ്പോൾ ഒരു ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത്. ആ ഒരു കാര്യം വെച്ച് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഒരു ലോഡ്ജ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ താഴെ അല്ലെങ്കിൽ ഒരു കടമുറി എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ കൊടുക്കാം. മേളത്തെ നിലകളിലേക്ക് നിങ്ങൾക്ക് ലോഡ്ജ് ആക്കണമെന്നുണ്ടെങ്കിലും പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി. സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ലോഡ്ജ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ പോകും. കാരണം ഈ ഒരു ചുറ്റുവട്ടം ഫുള്ളായിട്ട് ഗവൺമെൻറ് ഓഫീസുകളാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്നും പ്രതിഷേധക്കാരുമാണ്. കാരണം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എന്ന ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ചിട്ടല്ലേ രാവിലെ സമരത്തിനൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ചുറ്റുവട്ടത്തായിട്ട് നമുക്ക് ലോഡ്ജൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സാധ്യതയുണ്ട്. നമുക്ക് ഈ അടുത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ലോഡ്ജും ഹോട്ടൽസും ഒത്തിരിയധികം കാണാൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചാൽ നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് 60 ലക്ഷം രൂപയാണ്. ടോട്ടലായിട്ട് 3 സെൻറ്റ് സ്ഥലമാണുള്ളത്. പെർ സെൻറ്റ് റേറ്റ് വരുന്നത് 60 ലക്ഷം രൂപയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം.